ഈ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. എറണാകുളം ജില്ലയിൽ നിന്നുള്ള പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് ജില്ലയിലെ ഇത്തരം കാര്യങ്ങളിൽ DCC പ്രസിഡന്റ് എന്ന് പറയുന്നത് അദ്ദേഹവുമായി ഏറ്റവും അഭേദ്യമായ ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുക എന്നുള്ളത് പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് തെറ്റ് പറയുന്നില്ല ഞാൻ. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജില്ലയിൽ നിന്നുള്ള DCC പ്രസിഡന്റ് മറ്റു പല DCC പ്രസിഡന്റുമാരും മത്സരിക്കുമ്പോൾ എറണാകുളം DCC പ്രസിഡന്റ് മാത്രം മത്സരിക്കാതെ മാറി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് അതൊരു പ്രശ്നമായി ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം മത്സരിക്കണം. ഇപ്പം ഷിയാസ് മത്സരിക്കാൻ യോഗ്യനല്ലാത്ത ആളൊന്നും അല്ലല്ലോ, മത്സരിക്കാൻ യോഗ്യനായിട്ടുള്ള ആൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് മാറ്റാൻ പറ്റുന്ന ഒരു ആളായി എന്നെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും എന്നെ മാറ്റി അദ്ദേഹം വരാനുള്ള സാഹചര്യം ഉണ്ടായത്. ശരി, സ്വാഭാവികമായിട്ടൊരു തീരുമാനമാണെങ്കിൽ ഞാനല്ല ഷിയാസിന്റെ പേര് നിർദ്ദേശിച്ചത് KC ആണ് എന്ന് പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. എൻ്റെ സംശയം അതാണ്. KCക്ക് അങ്ങനെ ദീപ്തി മത്സരിക്കേണ്ട, പകരം ഷിയാസ് വരട്ടെ എന്നങ്ങനെ മനസ്സിൽ തോന്നാൻ ദീപ്തിയോട് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ലല്ലോ KCക്ക്. ഇതിന് മറുപടി പ്രതിപക്ഷ നേതാവ് പറയരുത്. ഇത് കേൾക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. കോൺഗ്രസിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് AICC ഡൽഹിയിലാണല്ലോ എൻ്റെ ചർച്ച നടന്നു മുഴുവൻ. അവിടെ എല്ലാ നേതാക്കന്മാരും ഉണ്ടായിരുന്നു. KPC പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ശ്രീമതി ദീപാദാസ് മുൻഷി ഉണ്ടായിരുന്നു, പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു, രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു, ഇതിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് KC വേണുഗോപാൽ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടെടുത്ത തീരുമാനമല്ലേ. അതെങ്ങനെയാണ് ഒരാൾ മാത്രമായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് ഞാനത് കണ്ടില്ല കേട്ടോ. എനിക്കറിയില്ല അദ്ദേഹം അങ്ങനെ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നും എനിക്കറിയില്ല, എന്ത് കാരണത്താലാണെന്നും എനിക്കതിന് പറയാൻ നിവർത്തിയില്ല. അദ്ദേഹം ആണ് അതിന് മറുപടി പറയേണ്ടത്.